കൈമിശാലോന് കംപ്ലീറ്റ് ഡ്രസ് മേടിക്കാനുള്ള പൈസ അവൻ്റെ അടുത്ത് ഉണ്ടാവോ? നമ്മള് തമ്മിൽ അടുക്കുംതോറും ഇച്ചായന് കഷ്ടകാലാണല്ലോ. എനിക്ക് വേണ്ടി കണ്ടമാനം പൈസയും ചെലവായി. ഏതാണ്ട് എത്ര രൂപയോളം ചെലവായി? ഒരു 1.5 ലക്ഷം. ഇച്ചായന്റെ കയ്യിൽ നിന്നാണോ? അല്ല, റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താ. 1-2 കൊല്ലം കൊണ്ട് തീർക്കാവുന്ന കടവല്ലേ ഉള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്കുള്ള പോക്കും പിന്നെ ഏജൻസിയിലേക്ക് കൊടുക്കാൻ ബാക്കി തുകയൊക്കെ ആയിട്ട് ഒരു 6 ലക്ഷം രൂപ വേണ്ടി വരും. 1.5 ലക്ഷം രൂപ കടം വീട്ടാൻ 2 വർഷം പണിയെടുക്കേണ്ട ഇച്ചായന് 6 ലക്ഷം രൂപ കടം വീട്ടാൻ മിനിമം ഒരു 7-8 വർഷം എടുക്കും. ഇനിയിപ്പോ ഞാൻ കെട്ടുകഴിഞ്ഞ് വിദേശത്ത് പോയില്ലെങ്കിലും നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റില്ലല്ലോ ചായ. പിന്നെ അപ്പന്റെ അമ്മയുടെയും നാട്ടുകാരുടെയൊക്കെ മുന്നില് നാണം കെട്ടൊരു ജീവിതം. ഈ കാശിന്റെ കണക്ക് നോക്കിയിട്ടല്ല. പണത്തിന് ആവശ്യമുള്ളപ്പോ സ്നേഹം കൊടുത്താ പ്രശ്നം തീരില്ലല്ലോ ചായ. കുറെ നാൾ ഈ ദുരിതം പേറി ജീവിച്ച് പരസ്പരം അടിച്ചു പിരിയുന്നതിനേക്കാളും നല്ലത് നഷ്ടങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോടെ പിരിയുന്നതല്ലേ? എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ലാത്തോണ്ടാ ഞാനായിട്ടെല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയ രാത്രി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ജോണാണ്. ഇന്ന് അതുപോലെ ഒരു തീരുമാനം എന്റെ വീട്ടുകാരെടുത്താ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മളെ വളർത്തി വലുതാക്കിയവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണ്ടേ? ജെസി, മതിയാക്ക്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നീ ചെല്ലാൻ നോക്കി. എന്തായിരുന്നു നീ വിളിക്കുന്നു, അവൾ ഇറങ്ങി വരുന്നു, രണ്ടാളും കൂടി ഒളിച്ചോടുന്നു, ഒരുമിച്ച് പുട്ടുണ്ടാക്കുന്നു. എന്റെ ജോണം നീ എന്നെ കരുപ്പിക്കലട്ടാ. അവള് പോണ പോടാ ചേട്ടാ. ആ പാട്ടെന്ന് വെറുതെ പാട്ടാ? ആ ഹൃദയവാഹിനി എന്നുള്ള പാട്ട്. ഷാപ്പിലായാലും പാട്ട് വെക്കൂടാ. പാട്ട് നിന്റെ ചങ്കിന്നാണ് ഈ പാട്ട്. എടാ, നീ എന്താ അവളോട് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞത്? ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടെന്ന് പറയും. അത് നിനക്ക് മനസ്സിലായില്ല, പക്ഷെ അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. വഴിമുട്ടി നിന്നപ്പോ അവക്ക് നീ ഒരു കച്ചിത്തുരുമ്പായിരുന്നു. അവക്ക് മുന്നിൽ പുതിയ വഴികൾ പറഞ്ഞപ്പോ അവൾ ആ തുരുമ്പ് തുടച്ചു കളഞ്ഞ് പുതിയ പെയിന്റ് അടിച്ചു. നല്ല കളർഫുള്ള് പെയിന്റ്. ചേട്ടാ, ഒരു രൂപയും കൂടി. എന്തൊരു കുടിയടാ, ഒരു പെണ്ണ് തേച്ചെന്ന് വെച്ചേ ഇങ്ങനെ കുടിച്ചു കളയാനുള്ളതല്ല ഒരു ആണിന്റെ ജീവിതം. എടാ, നിന്നെ പോലത്തെ ഒരു കളഞ്ഞിട്ട് പോയല്ലോ എന്ന് ഓർത്ത് അവള് കുടിച്ചു മരിക്കണം. അതാണ് എന്റെ കള്ള്. സോറി, മൈ മിസ്റ്റേക്ക്.